നമസ്തേ. ഇന്നത്തെ വ്ളോഗ് സെൽഫ് സ്റ്റഡീസിനെ കുറിച്ചാണ്. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചൈൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി വ്ളോഗിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനും നിങ്ങളുടെ ടെലിഫോൺ നമ്പറുമായിട്ട് എനിക്കൊരു മെയിൽ അയക്കൂ, ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നതാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ഈ വ്ളോഗിൽ മാത്രമല്ല, അങ്ങോട്ടുള്ള എല്ലാ വ്ളോഗ്സിലും ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ നിങ്ങളുമായിട്ട്, എൻ്റെ വ്യൂവേഴ്സുമായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. സോ ഡെഫിനറ്റായിട്ടും എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും, ചൈൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും പ്ലീസ് എന്നെ മെയിൽ ചെയ്താൽ മതി. എന്നിട്ട് ഡോണ്ട് ഫർഗെറ്റ് ടെലിഫോൺ നമ്പറും കൂടെ അതിൻ്റെ കൂടെ വയ്ക്കണം. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ഹൗ ടു ഡെവലപ്പ് സെൽഫ് സ്റ്റഡീസ് ഇൻ എ ചൈൽഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അങ്ങോട്ട് കുട്ടികൾ വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോഴത്തേക്ക് എത്രത്തോളം കുട്ടികൾ തനിയെ പഠിക്കാനുള്ള എബിലിറ്റി കാണുമോ അത്രയും നല്ല രീതിയിൽ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കും. സോ സെൽഫ് സ്റ്റഡീസ് കുട്ടികളിൽ ഡെവലപ്പ് ആവണം എന്നുണ്ടെങ്കിൽ അതിന് ചില പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. സോ ആദ്യം നമ്മൾ ആ പ്രീ റിക്വസിറ്റ്സ്, ആ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, സെൽഫ് സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ആദ്യം നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൽഫ് സ്റ്റഡീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ വ്ളോഗ് ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് 2 പാർട്ടായിട്ട് എടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പ്രീ റിക്വസിറ്റ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീ റിക്വസിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 1 by 1 ആയിട്ട് നമുക്ക് പ്രീ റിക്വസിറ്റ്സ് നോക്കാം. ഫസ്റ്റ് പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത് എബിലിറ്റി ടു റീഡ് ആണ്. കുട്ടിക്ക് ഡെഫിനറ്റ് ആയിട്ടും ടെക്സ്റ്റ് വായിക്കാൻ സാധിക്കണം. ഏത് ക്ലാസ്സിലാണെങ്കിലും ദ ചൈൽഡ് ഷുഡ് ബി ഏബിൾ ടു റീഡ് ദ ടെക്സ്റ്റ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, പേരൻസ് തനിയെ തന്നെ ടെക്സ്റ്റ് ബുക്സ് എല്ലാം വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത്, നോട്ട്ബുക്കും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. സോ ആ രീതിയിൽ കുട്ടികൾ പഠിക്കുമ്പോഴത്തേക്ക് ചെറിയ ക്ലാസ്സിൽ നല്ലതാണ്. കുട്ടികൾക്കത് നല്ല എളുപ്പത്തിൽ പഠിച്ചെടുക്കുകയും ചെയ്യാം, മാർക്സും വാങ്ങിക്കും. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു 6th 7th ഒക്കെ ആകുമ്പോഴത്തേക്ക് എങ്ങനെ പേരൻസ് ചെറിയ ക്ലാസ്സസിൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്തോ ആ സെയിം രീതിയിൽ പേരൻസിന് വലിയ ക്ലാസ്സസിൽ പറ്റത്തില്ല. ആ സമയത്ത് പേരൻസ് പറയും, ഇനി നിങ്ങൾ തനിയെ പഠിക്കണം. പക്ഷേ നമ്മൾ ചെറിയ രീതിയിൽ തന്നെ നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്ത് എല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് നമ്മൾ വരുമ്പോഴത്തേക്ക് വലിയ ക്ലാസ്സിന് കുട്ടികൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പഠിത്തത്തിന് ഓട്ടോമാറ്റിക്കലി ഒരു ഡിസ്റ്റർബൻസ് വരും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ കുട്ടികളെ കൊണ്ട് ടെക്സ്റ്റ് വായിപ്പിക്കണം. ആ ഒരു ഹാബിറ്റ് ഫോം ചെയ്യണം. നമ്മളിപ്പോൾ കുട്ടികളിപ്പോൾ LKG UKGയിലൊക്കെ ആണെങ്കിൽ ആൽഫബറ്റ്സ് പഠിക്കുമ്പോഴത്തേക്ക് ആൽഫബറ്റ്സിൻ്റെ കൂടെ അതിൻ്റെ സൗണ്ട്സും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ സൗണ്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഏത് വേർഡും സൗണ്ട്സ് കൂട്ടിച്ചേർത്തിട്ട് വായിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഏരെ സൗണ്ട് ആ, സീരെ സൗണ്ട് ക, ടീരെ സൗണ്ട് ട ആണ്. സോ ഫസ്റ്റ് ടൈം തന്നെ കുട്ടി ഒരു LKG പഠിക്കുന്ന കുട്ടി കാറ്റെന്ന് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ കുട്ടിക്ക് CAT കാറ്റെന്ന് ചിലപ്പം വായിക്കാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷേ കുട്ടിക്കത് ആ ആൽഫബറ്റ്സിൻ്റെ സൗണ്ട്സ് അറിയാമെങ്കിൽ ക, ആ, ട് അതിനെ കമ്പൈൻ ചെയ്തിട്ട് കുട്ടിക്ക് ആ വേർഡ്, ആ CBC പോലത്തെ വേർഡ്സ് വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികൾക്ക് എക്സ്ട്രാ റീഡിങ്ങിൻ്റെ ഹാബിറ്റ്സും ഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതൊക്കെ ഈ രീതിയിലുള്ള സ്റ്റോറി ബുക്സ് ആകുമ്പോഴത്തേക്ക് ഒരു ബിഫോർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തന്നെ ഈ രീതിയിലുള്ള സ്റ്റോറി ബുക്സ് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം. അത് നമ്മൾ വായിച്ചു കൊടുക്കേണ്ടതല്ല, കുട്ടികളെ കൊണ്ട് തന്നെ വായിപ്പിക്കണം. കുട്ടികൾക്ക് ആൽഫബറ്റ്സിൻ്റെ ഫോണറ്റിക് സൗണ്ട്സ് അറിയാമെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി സൗണ്ട്സ് കൂട്ടിച്ചേർത്തിട്ട് ഈ സ്റ്റോറി ബുക്ക് കംപ്ലീറ്റ് വായിക്കാൻ പറ്റും. ആ രീതിയിൽ കുട്ടികളിൽ ഒരു റീഡിങ് ഹാബിറ്റ് വളരെ ചെറിയ ഏജിൽ തന്നെ ഒരു റീഡിങ് ഹാബിറ്റ് ഫോം ചെയ്യണം. സോ ഓട്ടോമാറ്റിക്കലി ടെക്സ്റ്റ് വായിക്കാനായിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് കാണത്തില്ല.
സോ അഥവാ ടെക്സ്റ്റ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് നോക്കൂ നിങ്ങളുടെ കുട്ടികൾക്ക് ടെക്സ്റ്റ് വായിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന്. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് കുട്ടികളെ കൊണ്ട് ടെക്സ്റ്റ് വായിപ്പിക്കണം. ആൻഡ് ഒട്ടും വായിക്കാൻ പറ്റില്ലെങ്കിൽ പ്ലീസ് ടേക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്. ഇതേപോലെ നെക്സ്റ്റ് കോമ്പോണൻറ്റ് പ്രീ റിക്വിസിറ്റ് എന്ന് പറയുന്നത് കോംപ്രിഹെൻഷനാണ്. കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് വായിച്ച കാര്യം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. സോ കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികളുടെ വൊക്കാബുലറിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ ഒരുപാട് വേർഡ്സ് കുട്ടികൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ മീനിങ്സും കുട്ടികൾ അറിഞ്ഞിരിക്കണം. എൻ്റെ അടുത്തൊരു 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കുട്ടിയെ കൊണ്ട് ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ആ പാരഗ്രാഫിൽ ഒരു ഒരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു. ദിസ് ഈസ് എ വിൻഡോ എന്നും പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു. ഞാൻ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, മോളെ ഇത് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്തോന്നാണെന്ന് കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പം കുട്ടിക്കത് പറയാൻ പറ്റുന്നില്ലായിരുന്നു. ദെൻ ഐ ആസ്ക്ഡ് ഈ റൂമിൽ വിൻഡോ കാണുന്നുണ്ടോയെന്ന്. അപ്പോൾ കുട്ടി പറഞ്ഞു ഇല്ല, വിൻഡോ ഇല്ലല്ലോ. പക്ഷെ ആക്ച്വലി റൂമിൽ വിൻഡോ ഉണ്ടായിരുന്നു. ദ തിങ് വാസ് ഷി ഡിഡ്ന്റ് നോ ദ മീനിങ് ഓഫ് വിൻഡോ. വിൻഡോയിൻ്റെ അർത്ഥം ആ കുട്ടിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ കംപ്ലീറ്റ് സെൻറ്റൻസിൻ്റെ മീനിങ് കുട്ടിക്ക് പറയാൻ പറ്റാതെ പോയത്. പക്ഷേ ഒരു 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാകുമ്പോഴത്തേക്ക് ഡോർ, വിൻഡോ, സീലിങ്ങിൻ്റെ ഒക്കെ മീനിങ്സ് നമ്മൾ അസ്യൂം ചെയ്യും. അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ മീനിങ്സ് അറിയാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ വൊക്കാബുലറി പുവർ ആണെങ്കിൽ ക്ലാസ്സസ് മേലിലോട്ട് പോയാലും ചിലപ്പം ചില വളരെ കോമൺ ആയിട്ടുള്ള വേർഡ്സിൻ്റെ മീനിങ്സ് പോലും അറിയത്തില്ലായിരിക്കും. അത് കോംപ്രിഹെൻഷനെ അഫക്റ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ വൊക്കാബുലറി വേർഡ് മീനിങ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതേപോലെ തന്നെ 3rd കോമ്പോണൻ്റ് എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്കിൽസാണ്. റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് എഴുതി കൊടുക്കുന്ന സെൻറ്റൻസസ് ബൈ ഹാർട്ട് ചെയ്ത് എഴുതുന്നതല്ല. അതും ആവശ്യമാണ് കുട്ടികൾക്ക്. പക്ഷെ അതിൻ്റെ കൂടെ സ്വന്തമായിട്ട് കുട്ടികൾ സെൻറ്റൻസസ് എഴുതാൻ സാധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ നമുക്കൊരു പിക്ചർ ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് കൊടുക്കാം. ഒരു പിക്ചർ കൊടുത്തിട്ട് അതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ഓടുന്ന ഒരു പിക്ചറാണെന്ന് വെച്ചു. എന്നിട്ട് ആ പിക്ചർ കാണിച്ചിട്ട് നമുക്ക് ചോദിക്കാം വാട്ട് ഈസ് ദിസ്. അപ്പോൾ ചിലപ്പോൾ ആ കുട്ടി ജസ്റ്റ് ബോയ് മാത്രം പറയും. ദെൻ നമുക്ക് ചോദിക്കാം വാട്ട് ഈസ് ഹി ഡൂയിങ്. അപ്പം റണ്ണിങ്. എന്നിട്ട് നമുക്ക് മേക്ക് ഇറ്റ് ഇൻ ടു എ സെൻറ്റൻസ്. ആ രീതിയിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ കുട്ടി പറയും ദ ബോയ് ഈസ് റണ്ണിങ്. ഇത് ചിലപ്പം വെരി ഫസ്റ്റ് ടൈം അങ്ങനെ പറയണം എന്നില്ല. പക്ഷെ നമ്മൾ ഈ രീതിയിലുള്ള ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്ക് സെൻറ്റൻസ് ഡെവലപ്മെൻറ്റ് ആ സ്കിൽസ് കുട്ടികളിൽ വരും. എന്നിട്ട് കുറച്ചും കൂടെ ആ ഒരു ലേറ്റർ സ്റ്റേജിൽ കുട്ടികളെ കൊണ്ട് സെൻറ്റൻസസ് എഴുതിപ്പിക്കണം. നമ്മൾ ഇങ്ങനത്തെ ഒരു സെൻറ്റൻസ് സ്വന്തമായിട്ടുള്ള റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വലിയ വലിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാൻ ബുദ്ധിമുട്ട് കാണത്തില്ല. അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കുട്ടികൾക്ക് ഫേസ് ചെയ്യണമെന്ന് വെച്ചാൽ അവർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും 1 വേർഡ് ആൻസേഴ്സും ഒക്കെ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അവർക്കത് ഭയങ്കര ഡിഫിക്കൽട്ടാവും. സോ ആ ഒരു ഡിഫിക്കൽറ്റി ഓവർകം ചെയ്യാനായിട്ട് എബിലിറ്റി ടു റൈറ്റ്, ആ ഒരു റൈറ്റിംഗ് സ്കിൽസ്, ആ ഒരു ഏരിയ കുട്ടികളുടെ ഡെഫിനറ്റായിട്ട് ഇംപ്രൂവ് ആവണം. സോ ഈ 3 കോമ്പോണൻറ്റ്സ് എബിലിറ്റി ടു റീഡ്, കോംപ്രിഹെൻഷൻ ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രീ റിക്വസിറ്റ്സ് ആണ് സെൽഫ് സ്റ്റഡീസിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾ ഈ 3 ഏരിയയും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇന്ന് എന്നെ പോയി ഒന്ന് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്സ് വായിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യൂ. പറ്റുന്നില്ലെങ്കിൽ ആ ഏരിയയും കൂടെ നോക്കണം. സോ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ സെൽഫ് സ്റ്റഡീസ് എങ്ങനെ ചെറിയ ക്ലാസ് തൊട്ട് എങ്ങനെ കുട്ടികളിൽ സെൽഫ് സ്റ്റഡീസ് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ള കാര്യം ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറയുന്നതാണ്. സോ അപ്പം സെൽഫ് സ്റ്റഡീസും കുട്ടികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം.
എലോങ് വിത്ത് ദാറ്റ് പ്രീ റിക്വസിറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതും ഡെവലപ്പ് ചെയ്യണം. സോ എത്രത്തോളം പ്രീ റിക്വസിറ്റ്സ് ഡെവലപ്പ് ആവുമോ സെൽഫ് സ്റ്റഡീസ് ഓട്ടോമാറ്റിക്കലി കുട്ടികളിൽ വന്നോളൂ. സോ സെൽഫ് സ്റ്റഡീസും പ്രീ റിക്വസിറ്റ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ബ്ലോഗിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഹൗ ടു ഡെവലപ്പ് സെൽഫ് സ്റ്റഡീസ് വരുന്നത്. സോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബിക്കോസ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് യൂട്യൂബിൽ അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ വരണം എന്നൊന്നുമില്ല. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കിട്ടും. ചിലപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, അത് ചിലപ്പോൾ മിസ് ഔട്ട് ചെയ്യുമായിരിക്കും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലീസ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ പേരൻസിനൊക്കെ ഈ ചാനൽസ് പ്ലീസ് നിങ്ങൾ ഷെയർ ചെയ്യൂ. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യൂ. ആൻഡ് നീഡിയായിട്ട് ഈ ചാനൽ യൂസ്ഫുൾ ആയിട്ടുള്ള മാക്സിമം ആൾക്കാർക്ക് ഒന്ന് റീച്ച് ഔട്ട് ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യൂ. സോ ഇതോടുകൂടി ഞാൻ എൻ്റെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൻഡ്